വിവാദങ്ങൾക്കിടെ അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ നിർണായക ജനറൽ ബോഡി യോഗം ഇന്ന് നടക്കാനിരിക്കുന്നു. നിലവിലുള്ള എക്സിക്യൂട്ടീവ് മാറി പുതിയ നേതൃത്വം വരണമെന്നാണ് ഒരു വിഭാഗം അംഗങ്ങളുടെ നിലപാട്. അതേസമയം അൻസിബ ഹസനെതിരായ നടപടി ജനറൽ ബോഡി തീരുമാനിക്കട്ടെ എന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നിലപാട്. അമ്മയിൽ നീതി നിഷേധമെന്നാരോപിച്ച് ട്രഷറർ ഉണ്ണി ശിവപാൽ സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വീഡിയോ സന്ദേശം അയച്ചു. അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈൻ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ മൊബൈൽ, എൻ്റെ വാട്സപ്പ് ചാറ്റ്, എൻ്റെ യൂബർ യാത്രകൾ, അതുകൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലെ ഞാൻ തയ്യാറാണ്. അതൊരു വിദഗ്ധ കമ്മിറ്റിയിലൂടെ ഈ കമ്മിറ്റിയിലെ എത്ര എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ തയ്യാറാവും? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കാരണം ഒരു തെറ്റ് പോലും ചെയ്യാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന അമ്മയിലെ, എന്നെ വിശ്വസിക്കുന്ന അമ്മയിലെ മെമ്പേഴ്സിനും അടിയാണ് തന്നിരിക്കുന്നത്. കാലം തെളിയിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ 21-ാം തീയതി ജനറൽ ബോഡിയിലാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതുവരെ ഒരു മീഡിയയുടെ മുന്നിൽ വന്ന് ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. ലിഡിയ ജേക്കബ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നിർണായകമായ അമ്മയുടെ യോഗം ചേരാനിരിക്കും. നമുക്കറിയാം, വളരെ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് അമ്മയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരം കാണേണ്ടതുണ്ട്. അതിനിടയിലാണ് ഉണ്ണി ശിവപാലിന്റെ ഒരു വീഡിയോ പുറത്തു വരുന്നത്. അകാരണമായി പുറത്താക്കിയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നിലെ കാരണങ്ങളൊക്കെ നമുക്കറിയാം. ഈ അൻസിബയുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വരില്ലേ? തീർച്ചയായും അൻസിബയുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വലിയ വിവാദങ്ങൾക്കും ഒക്കെ ഇടെയാണ് അമ്മ ജനറൽ ബോഡി യോഗം എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് വനിതാ നേതൃത്വം വളരെ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റ ശേഷം ഇപ്പോൾ ആദ്യ ജനറൽ ബോഡിയാണ്. വാർഷിക റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിലെല്ലാം അവ്യക്തതയുണ്ട്, കണക്കുകളിൽ അവ്യക്തതയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ വരുന്നു. അതൃപ്തികൾ പലയിടത്തും പുകയുന്നു, തർക്കങ്ങൾ ഉണ്ടാകുന്നു, ചേരിതിരിഞ്ഞുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഭിന്നിപ്പുണ്ടായ സാഹചര്യത്തിലാണ് ഈ ജനറൽ ബോഡി യോഗം വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിനിടെയാണ് ഇപ്പോൾ ഉണ്ണി ശിവപാലിന്റെ ഒരു ആരോപണം കൂടി വന്നിരിക്കുന്നത്. തന്നെ കേട്ടില്ല എന്നുള്ളതാണ് ഉണ്ണി ശിവപാലിന്റെ പക്ഷം. അത്തരത്തിൽ വിവിധ കാര്യങ്ങൾ ഇന്ന് അമ്മയിൽ ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. ഈ അമ്മയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഓഫീസ് സ്റ്റാഫ് ആയിട്ടുള്ള അതുല്യ എന്ന് പറയുന്ന ആളുടെ ഒരു ആരോപണത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. അതിനെ തുടർന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ആരോപണങ്ങൾ ഉണ്ടാകുന്നു. ആദ്യം ഈ ആരോപണങ്ങൾ വരുന്നു. അതിൽ ഉണ്ണി ശിവപാലിനെതിരെ നടപടിയെടുക്കുന്നു. ഉണ്ണി ശിവപാലിനെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. അതിനുശേഷം പിന്നീട് അൻസിബയുടെ ആരോപണങ്ങൾ വരുന്നു. ടിനി ടോമിനെതിരെ ആദ്യം അൻസിബ ആരോപണം ഉന്നയിക്കുന്നു. തുടർന്ന് ലക്ഷ്മിപ്രിയക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. തന്നെ വേണ്ട വിധത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിഗണിച്ചില്ല, പ്രത്യേകിച്ച് ഭാരവാഹികൾ പരിഗണിച്ചില്ല, പ്രസിഡന്റോ സെക്രട്ടറിയോ പരിഗണിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അൻസിബ ഉന്നയിക്കുന്നു. ഈ കാര്യങ്ങളിൽ ഇപ്പോൾ അൻസിബ നടപടി നേരിടാൻ കൂടി പോവുകയാണ് എന്നുള്ളതാണ്. അതിൽ അൻസിബയ്ക്കെതിരെയുള്ള നടപടി അത് ജനറൽ ബോഡി തീരുമാനിക്കട്ടെ എന്നാണ് നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പക്ഷം. ഈ വനിതാ നേതൃത്വം മാറണമെന്ന ഒരു പക്ഷത്തിന് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് നിലപാടുണ്ട്. പക്ഷെ അത് എത്രത്തോളം അമ്മയെ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. മുതിർന്ന താരങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നിലവിൽ ഈ ഒരു വനിതാ നേതൃത്വത്തെ മാറ്റിയാൽ അത് വലിയ രീതിയിൽ അമ്മയ്ക്ക് പേരുദോഷമാവും എന്നുള്ളതടക്കമുള്ള വിലയിരുത്തലുകളുണ്ട്. അത്തരത്തിൽ കണക്കുകളിൽ ഈ ട്രഷറായിട്ടുള്ള ഉണ്ണി ശിവപാൽ കണക്കുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അമ്മയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അൻസിബ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിലെന്ത് നടപടി ഉണ്ടാകുമെന്ന് അറിയേണ്ടതുണ്ട്. വിവരങ്ങളാണ് ലിഡിയ ജേക്കബ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.